നമസ്കാരം. ഗൾഫ് കപ്പൽ ഓടിത്തുടങ്ങുമോ? പ്രതീക്ഷ നൽകി കേരളത്തിൽ നിന്ന് ഗൾഫിലേക്ക് യാത്രാ കപ്പൽ ആരംഭിക്കുന്നതിനെ കുറിച്ചുള്ള ആദ്യഘട്ട ചർച്ച ഇന്ന് കൊച്ചിയിൽ നടന്നു. കേരള മാരിടൈം ബോർഡ് വിളിച്ച യോഗത്തിൽ കപ്പൽ കമ്പനികളും ട്രാവൽ ഏജൻസികളും ഒക്കെ പങ്കെടുത്തു. 25ഓളം കമ്പനികൾ പങ്കെടുത്ത യോഗത്തിൽ കൂടുതലും പങ്കെടുത്തത് ക്രൂയിസുകൾ. താൽപര്യപത്രം ക്ഷണിക്കുന്നതിനുള്ള തീയതി അടുത്ത മാസം 24-ലേക്ക് മാറ്റുകയും ചെയ്തിരിക്കുന്നു. സാങ്കേതികമായി പ്രായോഗികമല്ല ഈ ഗൾഫ് കപ്പൽ യാത്ര എന്ന് ഒരു വിഭാഗം വാദിക്കുന്ന സാഹചര്യത്തിനിടയിൽ കൂടിയാണ് വിജയകരമായി ചർച്ച മുന്നോട്ടു പോകുന്നത്. പ്രവാസ ലോകത്തിന് പ്രതീക്ഷ ഇപ്പോഴും ബാക്കിയാണോ? കടലിനക്കരെ നിന്ന് കപ്പലെത്തുമോ? പരിശോധിക്കുന്നു ഗൾഫ് 18. സ്വാഗതം. പാനലിൽ ചേരുന്നു മലബാർ ഡെവലപ്മെന്റ് ഫോറത്തിന്റെ KM ബഷീർ, KMCCയുടെ ഭാരവാഹി ഡോക്ടർ പുത്തൂർ റഹ്മാൻ, ഒപ്പം കൊച്ചിൻ പോർട്ട് യൂസേഴ്സ് ഫോറം ചെയർമാൻ പ്രകാശ് അയ്യർ. 3 പേർക്കും പാനലിലേക്ക് സ്വാഗതം. ആദ്യം കേരള പ്രവാസി ക്ഷേമ ബോർഡ് ചെയർമാൻ KV അബ്ദുൽ ഖാദറും നമുക്കൊപ്പം ചേരുകയാണ്. ആദ്യം അദ്ദേഹത്തിലേക്ക് കടക്കുന്നു. ശ്രീ KV അബ്ദുൽ ഖാദർ, ഇന്ന് മാരിടൈം ബോർഡ് വിളിച്ചു ചേർത്ത യോഗത്തിൽ ചർച്ച നടന്നിരിക്കുകയും ചർച്ച പ്രതീക്ഷയുള്ളതാണ് എന്ന് മാരിടൈം ബോർഡ് അഭിപ്രായപ്പെടുകയും ചെയ്തൊരു സാഹചര്യമുണ്ട്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷ എത്രത്തോളം ഉണ്ട് ഈ ചർച്ചയിൽ? യഥാർത്ഥത്തിലൊരു പരിശ്രമമാണ്. കാരണം ഇത്തരത്തിൽ വിമാന ടിക്കറ്റ് ചാർജ് വലിയ തോതിൽ വർദ്ധിക്കുന്നതിന് കപ്പൽ സർവീസ് ഒരു പരിധിവരെ പരിഹാരമാകും എന്നൊരു അഭിപ്രായം പ്രവാസ മേഖലയിൽ ഉണ്ടായിരുന്നു. കാരണം ഇപ്പൊ ഈ ഫെസ്റ്റിവൽ സീസണിൽ ചാർജ് വർദ്ധിപ്പിക്കുക എന്നുള്ളത് വിമാന കമ്പനികൾ ഒരു പതിവായിട്ട് സ്വീകരിച്ചിരിക്കുകയാണ്. നേരത്തെ എയർ ഇന്ത്യ പൊതുമേഖല ഉണ്ടായിരുന്ന ഘട്ടത്തിൽ ആദ്യം അത് ഗവൺമെന്റ് അനുമതി വേണമായിരുന്നു. പിന്നീട് ഗവൺമെന്റിന്റെ അനുമതി കൂടാതെ തന്നെ ചാർജ് വർദ്ധിപ്പിക്കാം എന്ന നിലപാട് വന്നു. അപ്പൊ അതിനുശേഷം യാതൊരു നിയന്ത്രണവും ഇല്ലാതെ പലപ്പോഴും 2 ഇരട്ടിയോ 3 ഇരട്ടിയോ ഒന്നല്ല, അതിൽ കൂടുതൽ ചാർജ് വർദ്ധിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി. അതുകൊണ്ട് അത്തരം ഘട്ടത്തിൽ ചാർജ് ബാലൻസ് ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ കുറച്ചാളുകളെയെങ്കിലും നമുക്ക് കപ്പലിൽ കൊണ്ടുവരാൻ കഴിയുമോ, അതൊന്ന് പരിശ്രമിക്കണം എന്നുള്ളൊരു നിലപാട് ഉണ്ടായിരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഗവൺമെന്റ് ആരംഭിച്ചത്. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചത്. പക്ഷെ ഒരു കാര്യമുള്ളത്, ഒരു പരിമിതി എന്താ വെച്ചാൽ വിമാനത്തിൽ നാട്ടിലേക്ക് വരുമ്പോൾ 3 മണിക്കൂർ കൊണ്ട് 3.5 മണിക്കൂർ കൊണ്ട് നാട്ടിലെത്താം. കപ്പലില് ഏതാനും ദിവസങ്ങൾ വേണ്ടി വരും. ആ സ്വാഭാവികമായൊരു പ്രശ്നം അതിനകത്ത് ഉണ്ടെങ്കിൽ പോലും ഇത് ഒരു പരീക്ഷണമാണ്. തീർച്ചയായിട്ടും കപ്പൽ സർവീസ് നടത്തി ആൾക്ക് ഗുണകരമാവുമെങ്കിൽ തീർച്ചയായിട്ടും അത് എന്തുകൊണ്ട് പരിഗണിച്ചുകൂടാ. കൂടുതൽ വരുന്ന സമയത്ത് കൂടുതൽ സാധനങ്ങൾ കൊണ്ടുവരാൻ കപ്പലിന് കഴിഞ്ഞേക്കും. അത്തരത്തിലുള്ള ഒരു പരിശ്രമം കൂടിയാണ് പിന്നെ ഗവൺമെന്റ് നടത്തുന്നത്. ഏതായാലും അതിനെ എതിർക്കേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. അങ്ങനെ ഒരു ശ്രമം നടത്തി അത് വിജയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് പ്രവാസികൾക്ക് ഗുണകരമായിരിക്കുമെന്നാണ് പ്രവാസി എന്നുള്ള പലരും ചൂണ്ടിക്കാണിക്കുന്നത്. ഞങ്ങളുടെ സംഘടനയും അങ്ങനെ തന്നെയാണ് കാണുന്നത്. അപ്പോഴും ഇത് പ്രായോഗികമല്ല എന്ന് വാദിക്കുന്ന ഒരു വിഭാഗമുണ്ട്. പലപ്പോഴും കൃത്യമായ പഠനങ്ങൾ നടത്തിയിട്ടില്ല എന്നൊരു പരാതിയുണ്ട്. അതുകൊണ്ട് പ്രവാസികളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു തന്ത്രം മാത്രമാണ്, ഇത്തരം ചില ഗിമ്മിക്കുകൾ മാത്രമാണ് ഇങ്ങനെയുള്ള ചർച്ചകൾ എന്ന് തന്നെ വാദിക്കുന്നവരുണ്ട്. അവരോട് മറുപടി എന്താണ് പറയുക? കണ്ണിൽ പൊടിയിടുക എന്നുള്ള പ്രശ്നത്തില്ല. കാരണം സംസ്ഥാന ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം വിമാന ടിക്കറ്റ് ചാർജ് വർദ്ധിപ്പിക്കുന്നതിന് സംസ്ഥാന ഗവൺമെന്റിന് പ്രത്യേക ബാധ്യതകളോ ചുമതലകളോ ഇല്ല. അത് പ്രധാനമായും കേന്ദ്ര ഗവൺമെന്റ് തന്നെയാണല്ലോ അനുമതി നൽകിയിട്ടുള്ളത്. അപ്പൊ സംസ്ഥാന ഗവൺമെന്റിന് പ്രവാസികളുടെ കണ്ണിൽ പൊടിയിടേണ്ട കാര്യമില്ല. അതേസമയം ഇങ്ങനൊരു അഭിപ്രായം ഉയർന്നു വന്നാൽ അതൊട്ടും പരിശോധിക്കാതിരിക്കാൻ കഴിയില്ലല്ലോ. അങ്ങനെ ഒരു പരിശോധന നടത്തി സ്വാഭാവികമായിട്ടും ചില കമ്പനികൾ താല്പര്യം പ്രകടിപ്പിച്ചു. അങ്ങനെയാണ് ഇത് മുന്നോട്ട് വരുന്നത്. നമുക്ക് ഒന്നും വേണ്ടതില്ല എന്ന് അടച്ചു പറയേണ്ട കാര്യമില്ല. കാരണം ഇപ്പൊ ഗൾഫിൽ നിന്ന് നേരത്തെ കപ്പൽ സർവീസ് ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിലേക്ക്. പക്ഷെ ആളുകളുടെ എണ്ണം കുറഞ്ഞപ്പോഴാണ്, യാത്രക്കാരുടെ എണ്ണം കുറഞ്ഞപ്പോഴാണ് ക്രമേണ അത് സർവീസ് നിലച്ചുപോയത്. ഇപ്പോ ആളുകൾക്ക് ഈ ഓണക്കാലത്തും ക്രിസ്മസ് കാലത്തും പെരുന്നാൾ കാലത്തൊക്കെ നാട്ടിൽ വരുമ്പോ ചാർജ് വർദ്ധിക്കുന്നു. അപ്പൊ അത്തരത്തിലുള്ള ഒരു പ്രതിസന്ധിയെ മറികടക്കാൻ ഇത് ഒന്ന് പരീക്ഷിക്കാൻ കഴിയുമോ? അതിലെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത്
ലഗേജ് കൂടുതൽ വിമാനത്തിൽ കൊണ്ടുവരുന്നതിനേക്കാൾ ലഗേജ് കപ്പലിൽ കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതാണ്. അപ്പൊ അത് ആകർഷകമായിട്ടുള്ള കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, ഇപ്പോ ഗൾഫിൽ നിന്ന് ഇങ്ങോട്ടും ഗൾഫിലേക്കും സാധന സാമഗ്രികൾ കയറ്റുമതി ചെയ്യുന്ന ആളുകളുണ്ട് നമ്മുടെ നാട്ടില്. അപ്പൊ അവർക്ക് കപ്പൽ യാത്ര കൂടുതൽ സഹായകരമായിരിക്കും. കൂടുതൽ സാധനങ്ങൾ ഗൾഫിലേക്കും തിരിച്ചിങ്ങോട്ടും കൊണ്ടുവരുന്നതിനുള്ള ഒരു ഇതായിട്ട് ഈ കപ്പൽ യാത്ര മാറ്റാൻ വേണ്ടി കഴിയും. അപ്പൊ ആ നിലയിൽ ഇത് തീർച്ചയായിട്ടും അത് നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. ഒരു വിജയമാവട്ടെ എന്ന് ആശംസിക്കാൻ ആണ് ഞാൻ ഈ സന്ദർഭത്തിൽ തുനിയുന്നത്. നന്ദി ശ്രീ KV അബ്ദുൽ ഖാദർ, ഗൾഫ് 18 ചേർന്നതിന്. ശ്രീ KM ബഷീർ, ഇതാണ് സർക്കാർ എടുക്കുന്ന നിലപാട്. അതായത് വിമാനക്കൊള്ള സംബന്ധിച്ച് ഒരു പരിഹാരം ഉണ്ടാക്കേണ്ട ബാധ്യതയോ അല്ലെങ്കിൽ അതിനെ ഇടപെടാനോ കഴിയാത്തൊരവസ്ഥ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. പിന്നെ മറ്റെന്ത് ഓപ്ഷനാണ് എന്നുള്ളത് ഇത്തരം ചർച്ചകളിലൂടെ അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കുക എന്നതാണ് മുന്നിൽ നിർത്തുന്നത്. അത് പ്രവാസി സമൂഹത്തെ ക്ഷേമം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഈ നടത്തുന്ന ചർച്ച വിജയം കാണട്ടെ എന്നുള്ളൊരു പ്രതീക്ഷയാണുള്ളത് എന്ന് പറയുമ്പോഴും ഇത് തീരെ പ്രായോഗികമായിട്ടുള്ള ഒരു ഐഡിയ അല്ല എന്ന് വാദിക്കുന്നവരുണ്ടല്ലോ. ആ ഒരു വാദം ഇപ്പോഴും താങ്കൾ അടക്കമുള്ളവർക്കുണ്ടോ? ഹലോ, സാങ്കേതിക വിഷയം. ഞാൻ KM ബഷീറിലേക്ക് വരാം. ശ്രീ പ്രകാശ് അയ്യർ, പ്രായോഗികമല്ലാത്ത ചില വിഷയങ്ങൾ ഇതിനകത്തുണ്ട്. കൃത്യമായ പഠനം നടത്തിയിട്ടില്ല എന്നൊരു വാദം പല ഭാഗത്തുനിന്ന് ഉയർന്നു വരാറുണ്ട്. ഇപ്പോൾ മാരിടൈം ബോർഡിന്റെ നേതൃത്വത്തിൽ ഒരു ആദ്യഘട്ട ചർച്ച നടക്കുമ്പോൾ ആ ചർച്ച പ്രതീക്ഷയുള്ളതാണ് എന്ന് പ്രതീക്ഷിക്കാവുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ അതെങ്ങനെയാണ് വിലയിരുത്തുന്നത്? എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ട് എനിക്ക് പറയേണ്ടത്, ഇങ്ങനെ ഗവൺമെന്റ് ഒരു ആക്ഷൻ എടുക്കുമ്പോൾ ഇതിനു മുൻപ് പറഞ്ഞതുപോലെ അതിനെ നമ്മൾ വെൽക്കം ചെയ്യണം. നമ്മൾ ഒരിക്കലും അതിനൊരു നെഗറ്റീവായിട്ട് കാണേണ്ടതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അതേ സമയത്ത് അതിന്റെ പ്രാക്ടിക്കാലിറ്റി, അത് എത്രത്തോളം ഗുണകരമാകും, അത് എങ്ങനെയാണ് അതിന്റെ ബെനിഫിറ്റ് ഈ പ്രവാസികൾക്ക് കിട്ടുമെന്നുള്ളതാണ്. ഇപ്പോ നമുക്കൊരു കോസ്റ്റൽ ആയിട്ട് ഒരു കൊഡീലിയ എന്ന് പറഞ്ഞൊരു കപ്പൽ കമ്പനി ഒരു ക്രൂസ് സർവീസ് മുംബൈയിൽ നിന്നും ഗോവ, കൊച്ചിൻ, ദുബായ്, തിരിച്ച് മുംബൈ എന്ന സർവീസ് നടത്തുന്നുണ്ട്. ഇതിന് മുംബൈയിൽ നിന്നും കൊച്ചിയിലേക്ക് വാങ്ങിക്കുന്ന ചാർജസ് ഏകദേശം ഒരാൾക്ക് ഒരു 35,000 രൂപയോളം വാങ്ങുന്ന ഇതാണ് കാണുന്നത്. അതായത് 3 ദിവസത്തേക്ക്. അപ്പൊ നമ്മൾ നോക്കുന്നത് ഒരാളുടെ കോസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് അത് പ്രായോഗികമായിട്ട് വലിയ ബെനിഫിറ്റ് ഉള്ള ഒരു രീതിയിലല്ല കാണുന്നത്. പിന്നെ ടൈം കൺസ്യൂമിങ്, നമ്മൾ എല്ലാവർക്കും സ്പീഡാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പണ്ടത്തെ കാലത്ത് നമുക്ക് ഫ്ലൈറ്റുകൾ ഇത്ര ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു സാഹചര്യത്തിൽ കപ്പലുകൾ ഉപയോഗിക്കുന്ന സാഹചര്യമുണ്ട്. കോസ്റ്റ് വൈസും ബെനിഫിറ്റ് ആവുമ്പോൾ അത് പ്രായോഗികമായി നടക്കും. അതേസമയത്ത് ഇന്നത്തെ കാലത്ത് നമ്മൾ ആളുകൾക്കെല്ലാം സ്പീഡായിട്ട് വേണ്ട കാലത്ത് സാഹചര്യത്തിൽ നമുക്കൊരു കപ്പൽ യാത്രയിൽ കൂടെ, അതായത് കപ്പൽ യാത്ര എന്ന് വെറും ഒരു ടൂറിസത്തിന്റെ ഭാഗമായിട്ടാണ് ലോകം മുഴുവനും നടക്കുന്നത്. ചെറിയ ഭാഗങ്ങളിലേക്ക് മാത്രം ഈ പാസഞ്ചർ ഫെറി സർവീസുകൾ ഒഴികെ ബാക്കിയെല്ലാം ഒരു ക്രൂസ് എന്ന രീതിയിലാണ് നടത്തപ്പെടുന്നത്. അതിനാൽ ഇത് കോസ്റ്റ് വൈസ് ഈ പ്രവാസികൾക്ക് ഗുണകരമായിരിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ ഇതിനു മുമ്പേ സംസാരിക്കുകയുണ്ടായി, ഈ കാർഗോ നമുക്ക് ഇത്ര കൂടുതൽ നമ്മുടെ സാധനങ്ങളെല്ലാം അവിടുന്ന് കൊണ്ടുവരാം എന്നുള്ളത്. അത് നോക്കുമ്പോൾ ഇപ്പൊ നമ്മൾ ഒരു കണ്ടെയ്നറിൽ കൊണ്ടുപോകുന്ന കോസ്റ്റ് വളരെ കുറവാണ്. അപ്പൊ നമ്മൾ ഈ കാർഗോ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ അതിന്റെ കൂടെ യാത്ര ചെയ്യുക എന്നുള്ളത് അത്ര ഒരു സുഖകരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതിന് നമുക്ക് കാർഗോ അയക്കാനുള്ള ഇഷ്ടംപോലെ ഫെസിലിറ്റികളുണ്ട്. അത് ഉപയോഗിക്കുമ്പോൾ ഒരു ടണ്ണിന് ഞാൻ പറയും, ഒരു ടണ്ണിന് 2,000-2,500 രൂപയ്ക്ക് ഇവിടെ എത്തിച്ചു തരാൻ പറ്റും. ഒരു മുഴുവൻ കണ്ടെയ്നർ ബുക്ക് ചെയ്യുമ്പോൾ 25 ടണ്ണ് കപ്പാസിറ്റി ഉള്ള കണ്ടെയ്നർ എത്തുമ്പോൾ ഒരു 80,000 രൂപയ്ക്ക് ഇവിടെ എത്തിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അപ്പൊ ഇത്രയും ആളുകളുടെ അതിൽ കയറ്റി കൊണ്ടുവരാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു പ്രായോഗികമായിട്ടൊരു ബെനിഫിറ്റ് എനിക്ക് അതിൽ തോന്നുന്നില്ല. ഇത് തീർച്ചയായും നമ്മൾ ഇതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യണം, എങ്ങനെ നമുക്ക് പ്രായോഗികമായിട്ട് കൊണ്ടുനടക്കാൻ പറ്റും. കാരണം നമ്മുടെ പ്രവാസികളെ നമുക്ക് സപ്പോർട്ട് ചെയ്തേ പറ്റുള്ളൂ. അതായത് പ്രകാശ്, ഞാൻ ചോദിക്കുന്ന ഒരു പഠനത്തിന്റെ കുറവാണോ ഇതിനകത്ത്? പ്രായോഗികത ഇല്ല, പ്രാക്ടിക്കലായിട്ട് നടപ്പാക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് ഇതിനകത്തൊരു കൃത്യമായിട്ടുള്ള പഠനങ്ങൾ നടത്തിയിട്ടില്ല എന്നുള്ള ഒരു പരാതിയാണോ? അങ്ങനെ പരാതികൾ ഉണ്ടെങ്കിൽ അത് പരിശോധിക്കും എന്ന് നേരത്തെ കേരള പ്രവാസി ക്ഷേമ നിധി ബോർഡിന്റെ ചെയർമാൻ തന്നെ പറയുകയാണല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഓപ്ഷൻ അടഞ്ഞു പോയിട്ടില്ല, അതവിടെ ഉണ്ട്. പക്ഷെ അത്തരം പരാതികൾ പഠനം നടക്കാത്തതിൻ്റെതാണോ? പഠനം നടക്കുന്നത് ഇങ്ങനെ ചർച്ചകളിലൂടെയാണ്.
അതായത് ഇപ്പൊ ഇന്നൊരു മീറ്റിംഗ് അവർ വിളിച്ചു എന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞു. അവിടെ നമുക്കൊരു പഠനം നടക്കുന്നു, അവിടെ നിന്നുള്ള ഫീഡ്ബാക്കുകൾ കിട്ടുമായിരിക്കാം, എന്നിട്ടല്ലേ തുടങ്ങുള്ളൂ. അങ്ങനെയാണ് ഗവൺമെന്റ് ചെയ്യുള്ളൂ എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പൊ ഇതിനെക്കുറിച്ച് പഠിക്കുകയാണ് ഇപ്പൊ അവർ ചെയ്യുന്നത്. അവർ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് വിളിച്ചാലും അതിൽ ആളുകൾ പങ്കെടുക്കും, അവരുടെ കോസ്റ്റിങ്സ് കൊടുക്കുമ്പോൾ അതിൽ നിന്ന് അവർ പഠിക്കും ഇതെങ്ങനെയാണ്, ഇത് പ്രായോഗികമായിട്ട് നടക്കുക എന്നുള്ളത്, എന്നിട്ടേ നടപ്പാക്കുള്ളൂ. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു കപ്പൽ കൊണ്ടുവന്ന് നടത്തുക എന്നത് പ്രായോഗികമായിട്ട് ആർക്കും നടക്കില്ല എന്നുള്ളതാണ്. ഗവൺമെന്റ് ആയാലും ശരി, ഒരു പ്രൈവറ്റ് ഏജൻസി ആയാലും ആ രീതിയിൽ നടക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഞാൻ തിരികെ എത്താം. ശ്രീ കെ എം ബഷീർ, ഘട്ടം ഘട്ടമായിട്ട് ചർച്ചകൾ നടത്തുക, അതിൽ ഉരുത്തിരിഞ്ഞ ഐഡിയകൾ കൊണ്ട് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള നീക്കത്തിലേക്ക് പോവുക, അങ്ങനെയുള്ള പരാതികൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ന്യൂനതകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ളൊരു വഴിയിലേക്ക് തന്നെ സർക്കാർ കടക്കും എന്നുള്ളൊരു ഉറപ്പ് സർക്കാർ വൃത്തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ട്. അതായത് പരിപൂർണമായിട്ട് ഇത് പ്രായോഗികമല്ല എന്ന് കരുതി എഴുതി തള്ളേണ്ട കാര്യമില്ല എന്ന് പ്രവാസ ലോകവും വിശ്വസിക്കുന്നു, അത് തന്നെ സർക്കാരും വിശ്വസിക്കുന്നു. അതൊരു പ്രതീക്ഷ അർപ്പിക്കാവുന്ന കാര്യമല്ലേ? ആരും തന്നെ ഈ പദ്ധതിയെ എഴുതി തള്ളിയിട്ടില്ല, എഴുതി തള്ളാൻ ആഗ്രഹിക്കുന്നുമില്ല എന്നതാണ് എനിക്ക് ആദ്യമായിട്ട് വ്യക്തമാക്കാനുള്ളത്. മലബാർ ഡെവലപ്മെന്റ് ഫോറം, ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന സംഘടന ഇത്തരം പുതിയ സംരംഭങ്ങൾക്ക് പച്ചക്കൊടി കാണിച്ചു അതിന് എല്ലാവിധ പ്രോത്സാഹനം നൽകുകയാണ് നമ്മുടെ ദൗത്യ നിർവഹണം പ്രധാനമായിട്ട്. പക്ഷെ ഇവിടെ ഞങ്ങൾ മുമ്പേ സൂചിപ്പിച്ച കാര്യം 10,000 രൂപയ്ക്ക് ദുബായിൽ നിന്ന് ബേപ്പൂരിലേക്ക് കപ്പൽ എന്ന ഒരു ആശയം സമർപ്പിച്ച സംഘടന അതിനെക്കുറിച്ച് വ്യക്തമായി പഠിച്ചിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാനുള്ളത്. ഇപ്പോൾ നമ്മൾ ഒരു സർക്കാരിന് ഒരു പദ്ധതി കൊടുക്കുന്നു, അത് സർക്കാർ അതിനു വേണ്ടി മുന്നിട്ടിറങ്ങുന്നു, അതിനെ നമ്മൾ അഭിനന്ദിക്കുന്നു. സർക്കാരിന്റെ ഭാഗത്ത് യാതൊരുവിധ തെറ്റും സംഭവിച്ചിട്ടില്ല. ഈ പ്രവാസികളെ സംരക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു പദ്ധതി വളരെ ആവേശപൂർവ്വം കേരള മാരിടൈം ബോർഡും അതിന്റെ ചെയർമാൻ MS പിള്ളയും വളരെ ആർജവപൂർവ്വം മുന്നോട്ട് കൊണ്ടുപോയത് അഭിനന്ദനാർഹമാണ്. അത് നമ്മൾ ബിഗ് സല്യൂട്ട് അർപ്പിക്കുകയും ചെയ്യുന്നു. പക്ഷേ ദുബായിൽ നിന്ന് 10,000 രൂപയ്ക്ക് ബേപ്പൂരിലേക്ക് എന്നുള്ളത് വളരെ ചരിത്രപരമായ ഒരു തെറ്റ് പറ്റി എന്ന് തന്നെ എനിക്ക് പറയാനുള്ളത്. അത് സർക്കാരിനെല്ലാം നമ്മൾ കുറ്റപ്പെടുത്തുന്നത്, ആ നിർദ്ദേശം സമർപ്പിച്ചവർക്ക് വലിയ വീഴ്ച പറ്റിയിട്ടുണ്ട്. ഞങ്ങൾ പ്രത്യേകിച്ച് പ്രകാശ് അയ്യരെ പോലെയുള്ള ഈ ഫീൽഡിൽ വർഷങ്ങളോളം വളരെ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള എക്സ്പേർട്ടാണ് ഇന്ന് നമ്മുടെ ഇവിടെ ചർച്ചയിലുള്ളത്. അദ്ദേഹം പറഞ്ഞതിനെ ഞാൻ 100% ശരിവെക്കുകയാണ്. കാരണം ബേപ്പൂരിലെ ഡ്രാഫ്റ്റ് എത്രയുണ്ട് എന്നുള്ളത് തന്നെ നമ്മൾ ആദ്യം പഠിക്കണം. അത് ശരിയാക്കാനുള്ള, അത് കറക്റ്റ് ചെയ്യാനുള്ള യാതൊരുവിധ നടപടികളും അധികൃത ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല. അതിന് ഞാൻ സർക്കാരിനെ അല്ല കുറ്റപ്പെടുത്തുന്നത്, ഉദ്യോഗസ്ഥ വർഗത്തിന്റെ അടുത്ത് ഒരുപാട് തെറ്റു പറ്റിയിട്ടുണ്ട്. അത് ഞാൻ കഴിഞ്ഞ തവണയും ഞാനിവിടെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അപ്പോ ആദ്യമായി ഇപ്പൊ 3.5 മീറ്ററുള്ള അടിയിൽ ചെങ്കല്ലാണ്, ആ പാറ പൊട്ടിച്ച് ക്ലിയർ ചെയ്യാൻ ഏതാണ്ട് 50 കോടിയോളം രൂപ ചെലവ് വരും. അതിന് 15 കോടി രൂപ അനുവദിച്ച പണം പോലും ഇപ്പൊ തിരിച്ചു നൽകി എന്നുള്ളതാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. ഇന്ന് തന്നെ കൊച്ചിയിൽ നടന്ന മീറ്റിംഗിൽ ആരാണ് കൂടുതലായി വന്നിട്ടുള്ളത്? വളരെ അഭിനന്ദനീയാണ്. 10-24 കമ്പനികൾ വന്നു. അവിടെ വന്ന കമ്പനികൾ ക്രൂയിസ് കപ്പൽ എന്ന ആശയവുമായി ക്രൂയിസ് കപ്പൽ കമ്പനിയുടെ ഉടമകളാണ് എത്തിയത്. ക്രൂയിസ് കപ്പലുകൾ നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു 60,000, 70,000, 80,000 രൂപയെല്ലാം ദുബായ് ടു കേരള, കൊച്ചിയിലാണെങ്കിലും വിഴിഞ്ഞത്താണെങ്കിലും വേണ്ടി വരും. ഈ 10,000 രൂപയ്ക്ക് ഇങ്ങനെ നടക്കുകയാണെങ്കിൽ അത് നിർദ്ദേശിച്ചവർ ബാക്കി സബ്സിഡി ചെയ്യേണ്ടി വരും. അത് വളരെ അതിശയോക്തപരമായി, കാരണം $75,000 ഒരു നല്ലൊരു കപ്പലിന് ഡെയിലി വാടക കൊടുക്കേണ്ടി വരും. ഇപ്പൊ മുമ്പൊക്കെ, അതായത് ഒരു പ്രത്യേക amnesty അതുപോലെ ഒരു ദുരന്ത കാലങ്ങളിൽ ഏതെങ്കിലും ഒരു കാർഗോ ഷിപ്പുകളിൽ ആളുകളെ കയറ്റി വിട്ടതൊക്കെ നമ്മൾ സാക്ഷിയായിരുന്നു. 1996 UAE നടന്ന പൊതുമാപ്പിൽ അന്നത്തെ ഉപയോഗിച്ച കപ്പലുകളൊക്കെ ഞങ്ങൾ അകത്ത് കയറി കണ്ടു. അതീവ ദയനീയമായിരുന്നു. അന്ന് അതേ നിർവാഹം ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയുള്ള കപ്പലുകൾ ഇന്ന് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യൂല. യാത്രക്കാരോ പ്രവാസികളോ അതിനെ എതിർക്കും. ശരിക്കും അത് ഉപയോഗിക്കില്ല. ഒരുവിധം സ്റ്റാൻഡേർഡുള്ള ക്രൂയിസ് മോഡൽ കപ്പലുകൾ തന്നെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അതിന് 10,000 രൂപ എന്ന ഒരു ഓഫർ നൽകിയതോടുകൂടി ഞാനൊന്ന് ഇടപെട്ട് ചോദിക്കട്ടെ ശ്രീ കെ എം ബഷീർ, വന്നിരിക്കുന്നത് ഇപ്പോൾ നടന്ന ചർച്ചയിലും വന്നിരിക്കുന്നത് കൂടുതലും ക്രൂയിസുകളാണെന്ന് മാരിടൈം ബോർഡ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു മോഡൽ യാത്രാ സൗകര്യം മാത്രമേ അക്സെപ്റ്റ് ചെയ്യപ്പെടുകയുള്ളൂ എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? സ്വാഭാവികമായിട്ടും ക്രൂയിസിനേക്കാൾ കൂടുതൽ ഷിപ്പുകൾ വരട്ടെ, അതായിരിക്കും പ്രാക്ടിക്കൽ എന്ന് സർക്കാരും കരുതുന്നുണ്ട്, മാരിടൈം ബോർഡും അത് തന്നെയാണ് കരുതുന്നത്. പക്ഷേ ഒരു ക്രൂയിസ് ലെവലിലുള്ള സൗകര്യം വേണ്ടിവരും ഈ ഒരു യാത്രയ്ക്ക് എന്നാണോ താങ്കൾ പറയുന്നത്? ഒരു മിനിമം നല്ല സൗകര്യങ്ങളുള്ള കപ്പലുകൾ മാത്രമാണ് ഇപ്പൊ പ്രവാസികൾ അക്സെപ്റ്റ് ചെയ്യൂ, അവര് അംഗീകരിക്കൂ. അല്ലാണ്ട് കഷ്ടപ്പെട്ട രീതിയിലുള്ള യാത്രക്ക് അവർ ഒരിക്കലും, കാരണം ഇന്ന് കാലങ്ങൾ ഒരുപാട് മാറി. 1982 കാലങ്ങളിൽ ഉള്ള അവസ്ഥയല്ല ഇന്ന് UAE യിലും മറ്റുള്ളത്. ഒരുപാട് അപ്ഗ്രേഡഡ് ആയി.
അന്ന് 400 ദിർഹംസിന് ജോലി ചെയ്തവർക്ക് ഇന്ന് 3000-4000 ദിർഹംസ് ഉണ്ട്. ചെലവും അത്യാവശ്യം വർദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാം ISO സ്റ്റാൻഡേർഡിലേക്ക് കാലം മാറിക്കഴിഞ്ഞു. അപ്പൊ അതിനനുസരിച്ചുള്ള യാത്രാ സൗകര്യവും വേണ്ടി വരും. ഇപ്പൊ 10,000 രൂപയ്ക്ക് നിങ്ങൾക്ക് സുഖമായ ഭക്ഷണം, നല്ല കപ്പൽ എന്ന് ഓഫർ കൊടുത്താൽ അത് തന്നെ വേണ്ടി വരും. അതല്ലാതെ സൗകര്യങ്ങൾ വെട്ടിച്ചുരുക്കിക്കൊണ്ടുള്ള ഒരു കഷ്ടപ്പെട്ട യാത്രക്ക് പ്രവാസികൾ അതിനെ അംഗീകരിക്കില്ല എന്ന് എനിക്ക് വ്യക്തമായി അറിയാം. കാരണം വർഷങ്ങളോളം പ്രവാസികളുടെ ഇടയിൽ നിന്ന് സാമൂഹ്യ പ്രവർത്തനം നടത്തിയ എനിക്ക് അവരുടെ മനസ്സും ഹൃദയവും പഠിക്കാൻ അധികം ദിവസമാണ്. ഞാനത് വ്യക്തമായി പഠിച്ച് റിസർച്ച് ചെയ്ത് കഴിഞ്ഞതാണ്. പ്രവാസ ലോകം 1982 ശേഷം ഇപ്പൊ 2024 ഒരുപാട് മാറ്റങ്ങൾ അവിടെ വന്നിട്ടുണ്ട്. അവർക്ക് അതുപോലെ ഈ 3 ദിവസം കൊണ്ട് മൂന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഏതാണ്ട് 10 ദിവസത്തോളം യാത്ര, അതിൽ ഒരുപാട് സാങ്കേതിക പ്രശ്നമുണ്ട്. ക്രൂയിസ് ഷിപ്പുകൾ ഒരുപക്ഷെ വിജയിച്ചേക്കും, അതിന് പലരും വന്നേക്കും. പക്ഷെ അതും യാത്രാ കപ്പലും തമ്മിൽ എൻറ്റയർലി ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഇന്ന് നമ്മൾ കാത്തിരിക്കുന്ന അവരുടെ യാത്രാ പ്രശ്നത്തിന് പരിഹാരം. അതിന് എനിക്ക് ഒരു സർക്കാരിനോട് നിർദ്ദേശിക്കാനുള്ളത്, നിലവിലുള്ള വിമാന ടിക്കറ്റിന്റെ ചാർജ് ഏകീകരിച്ച് അതൊരു മിതമായ രീതിയിൽ കൊണ്ടുവരാനുള്ള ഒരു നിയമ ഭേദഗതിക്ക് സെൻട്രൽ ഗവൺമെന്റിന് നിർദ്ദേശിക്കുകയും അയാട്ട ഏജൻസികളും അന്താരാഷ്ട്ര വ്യോമയാന അസോസിയേഷൻ അക്കാവുമായി ബന്ധപ്പെട്ട് വിമാനങ്ങളുടെ ചാർജ് ഡിഡക്ട് ചെയ്യാനുള്ള അല്ല ശ്രീ കെ ബഷീർ, അതൊരു വിഷയമാണ്. വിമാനക്കൊള്ളയ്ക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയാത്തത് കൊണ്ട്, ഇടപെടലുകൾ അതിൽ ഫലം കാണാത്തത് കൊണ്ടാണല്ലോ ഇത്തരം ഒരു ഓപ്ഷനിലേക്ക് കടക്കുന്നത്. ഇങ്ങനെ ഒരു വിമാനത്തിന് പകരം ഒരു യാത്രാ കപ്പലാകട്ടെ എന്ന് പറയുന്ന ഒരു വിഷയം അതിനകത്തുണ്ട്. ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. ശ്രീ പ്രകാശ് അയ്യർ, ഇതിനകത്ത് 60,000 തൊട്ട് 70,000 വരെയൊക്കെ ചാർജ് ഈടാക്കാൻ സാധ്യതയുള്ള ക്രൂയിസുകളാണ് ഇന്നത്തെ ചർച്ചയിൽ പ്രധാനമായും പങ്കെടുത്തത് എന്നുകൂടി അറിയാൻ കഴിയുന്നുണ്ട്. പക്ഷേ അപ്പോഴും സർക്കാർ തലത്തിൽ ആലോചിക്കുന്നത് അത് ക്രൂയിസ് നിലവാരത്തിലല്ല, ഷിപ്പുകൾ വരട്ടെ എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെയുള്ള യാത്രാ സൗകര്യം മതിയാകുകയില്ല. ഇപ്പോഴത്തെ പ്രവാസി സമൂഹം പക്ഷേ അത് അക്സെപ്റ്റ് ചെയ്യുകയില്ല എന്ന് ജനറലി അങ്ങനെ പറയാൻ കഴിയുമോ? ഒരുപക്ഷെ ഈ വലിയ വിമാനക്കൂലി അഫോർഡ് ചെയ്യാൻ കഴിയാത്ത ഒരുപാട് ആൾക്കാർ, സാധാരണ തൊഴിലാളികളൊക്കെ ഒരുപക്ഷെ ആ രീതിയിലുള്ള കപ്പൽ അക്സെപ്റ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലല്ലേ? ശ്രീ പ്രകാശ് അയ്യർ, ഓഡിയോ മ്യൂട്ടാണ് താങ്കളുടെ. സോറി. ഇപ്പോഴുള്ള നമ്മുടെ ക്രൂയിസ് സർവീസുകൾ നോക്കുകയാണെങ്കിൽ നമുക്ക് US യൂറോപ്പിലാണ് ക്രൂയിസ് സർവീസുകൾ കൂടുതൽ കാണപ്പെടുന്നത്. ഈ ക്രൂയിസ് സർവീസുകളെല്ലാം തന്നെ ഒരു ദിവസത്തെ വാടക എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അവിടെ ഇപ്പോൾ ഒരു 800 പാസഞ്ചർ ഉള്ള ഒരു ക്രൂയിസ് വെസലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇവർക്ക് ക്യാബിൻസിലാണ്, ഒരു ക്യാബിൻ ഒരു കുടുംബം എന്നുള്ള രീതിയിലുള്ള അങ്ങനെ ഒരു ടൂറിസത്തിന്റെ ഭാഗമായിട്ട് തയ്യാറാക്കിയിട്ടുള്ള കപ്പലുകളെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതിൽ നിന്ന് വ്യത്യാസമായി ബങ്കറോട് കൂടെ പണ്ടൊക്കെ ഇരുന്നിരുന്ന പോലെ ആളുകളെ മാത്രം കൊണ്ടുപോകാൻ, പാസഞ്ചറെ മാത്രം കൊണ്ടുപോകാനുള്ള ഒരു ട്രെയിനിന്റെ പോലെയുള്ള നമുക്ക് ബങ്കർ സംവിധാനത്തോടു കൂടെ ഉണ്ടാക്കുന്ന ഒരു ക്രൂയിസ് വെസലുകളെ കിട്ടുവാൻ ഒന്നാമത്തെ കാര്യം വളരെ ബുദ്ധിമുട്ടാണ്. രണ്ട്, ഈ പറഞ്ഞ പോലെ കേരളത്തിലെ പോർട്ടുകളിലെ ഡ്രാഫ്റ്റ് വളരെ കുറവാണ്. കേരള മൈനർ പോർട്സിലുള്ള ഈ 17 തുറമുഖങ്ങളിൽ അത്യാവശ്യം ഡ്രാഫ്റ്റുകൾ കൊല്ലം തുറമുഖത്ത് മാത്രമാണ് ഉള്ളത്. ബേപ്പൂരിൽ നിന്നാണ് കൂടുതൽ ആളുകൾ പോകുന്നതെങ്കിലും ബേപ്പൂർ പോർട്ടിൽ ഇപ്പോഴുള്ള ഈ 4 മീറ്റർ ഡ്രാഫ്റ്റിൽ ഈ കപ്പലുകൾ ഒന്നും തന്നെ അടുക്കുവാൻ സാധ്യതയില്ല തന്നെ. പിന്നെ കൊച്ചിൻ പോർട്ടാണ്, കൊച്ചിൻ തുറമുഖത്താണ് പിന്നെ ഈ ക്രൂസ് വെസലുള്ള ഒരു സാഹചര്യം. പക്ഷെ കൊച്ചിൻ തുറമുഖം ഇന്നത്തെ മീറ്റിംഗിൽ പങ്കെടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ അവരെ കേരള ഗവൺമെന്റ് ഉൾക്കൊള്ളുമോ എന്നറിയില്ല. കാരണം സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലുള്ള ഒരു സ്ഥാപനമാണ്. അപ്പൊ നമ്മുടെ ആളുകളെ, അതായത് നമ്മുടെ ഉദ്ദേശം പ്രവാസികൾക്ക്, അതായത് ഗൾഫിൽ മേഖലയിൽ നിന്നുള്ള ആളുകൾക്ക് ഇവിടുന്ന് അങ്ങോട്ടും പോകാനുള്ള ഉദ്ദേശമാണെങ്കിൽ പ്രാക്ടിക്കലി ഇത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതിന് ഈ ആളുകൾ 4 ദിവസം ഈ 4 ദിവസം നമ്മൾ കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ റിസ്ക്, ഈ 365 ദിവസം ഇതേ കാലാവസ്ഥ ഉണ്ടാവില്ല. കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് കപ്പലുകളുടെ ഇത് മാറും, അതായത് ഓടിക്കാനുള്ള പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും. ഇപ്പൊ നമുക്ക് കൊടിയേരിയ ഷിപ്പ് തന്നെ നമുക്കൊരു ഉദാഹരണമാണ്. അത് ഈ മഴക്കാലം വന്നാൽ അത് അങ്ങോട്ട് ഈസ്റ്റ് ഇന്ത്യയിലേക്ക് പോകും, അതായത് പിന്നെ മദ്രാസ് നിന്ന് അൻഡമാനിലേക്കായിരിക്കും യാത്ര. മറ്റു മഴക്കാലം അല്ലാത്ത സമയത്ത് ഇവിടെ കേരളത്തിലാവും യാത്ര. അപ്പൊ ഇതിന് 365 ദിവസം ഇത് പ്രാക്ടിക്കലായിട്ട് നമുക്ക് ഈ കപ്പലുകൾ ഇത് കൂടെ കൊണ്ടുപോകുന്നത് വളരെ റിസ്ക് ആണ്. നമ്മൾ ഇത്രയും പാസഞ്ചേഴ്സിന്, ഇത്രയും ജനങ്ങളെ കപ്പലിൽ കയറ്റിക്കൊണ്ടുപോകാൻ, അതും അവരുടെ ക്രൂയിസിന്റെ ആവശ്യത്തിനല്ലാതെ, ടൂറിസത്തിനല്ലാതെ അവരെ കൊണ്ടുപോകുന്നത് റിസ്ക് ആയിട്ടുള്ള ഒരു കാര്യം കൂടെയാണ്. അപ്പൊ പാസഞ്ചേഴ്സ് സാധാരണഗതിയിൽ 4 ദിവസം 5 ദിവസം കപ്പലിൽ ഇരുന്നിട്ട് വീട്ടിലേക്ക് വരാനുള്ള താല്പര്യം കാണിക്കുന്നത് ചുരുക്കമായിരിക്കാം.
അതിന് ഫ്ലൈറ്റ് സർവീസുകൾ തന്നെ വേണം. അത് വേറൊരു ചർച്ചയിൽ, നിങ്ങൾ പറഞ്ഞ പോലെ വേറൊരു ചർച്ചയിൽ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. എങ്ങനെയാണ് ഗവൺമെന്റിന് ഇതിൽ ഇടപെട്ടിട്ട് അതിന്റെ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റുന്നതാണ്. പക്ഷെ അപ്പോഴും എന്റെ ഒരു സംശയം, അങ്ങനെയുള്ളൊരു ഒരു പ്രായോഗിക വശം ഇതിനകത്തില്ലെങ്കിൽ ഇത്രയേറെ കമ്പനികൾ താല്പര്യത്തോടുകൂടി 25ഓളം കമ്പനികളാണ് പങ്കെടുത്തത് ഇന്നത്തെ ചർച്ചയിൽ. ഇത്രയേറെ കമ്പനികൾ താല്പര്യത്തോടു കൂടി പങ്കെടുക്കുന്നത് എങ്ങനെയാണ്? സ്വാഭാവികമായിട്ടും ഇതിനൊരു പ്രാക്ടിക്കൽ വശം ഇല്ലെങ്കിൽ എന്നുള്ളൊരു സംശയമുണ്ടല്ലോ. അതൊരു ചോദ്യം തന്നെയാണ്. ഒരു എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് വിളിക്കുമ്പോൾ ഇത്ര രൂപയ്ക്ക് ഓടിക്കാൻ പറ്റുന്ന കപ്പൽ കമ്പനികൾ പങ്കെടുക്കണമെന്നും ഒരു ഗവൺമെന്റോ അല്ലെങ്കിൽ മരിടൈം ബോർഡോ പറഞ്ഞിട്ടുണ്ടാവില്ല. ഇതിന് താല്പര്യമുള്ളവർ പങ്കെടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ആരും പങ്കെടുക്കും. ഇതിന്റെ പ്രാക്ടിക്കാലിറ്റി അവർ അതിനെ കുറിച്ച് പഠിച്ച് അവരവരുടേതായ സജഷൻസ് കൊടുക്കും. ഒരു തുറമുഖം, ഒരു പുതിയ വള്ളാർപ്പാടത്ത് തുറമുഖം വരുമ്പോൾ അതിന്റെ ടെൻഡർ വിളിക്കുമ്പോൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യും. പക്ഷെ അതിന് ഗവൺമെന്റ് സെലക്ട് ചെയ്യുന്ന ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ട് അവർക്ക് കിട്ടുന്ന രീതിയിലാണ്. അപ്പൊ അവരവരുടെ പ്രോഫിറ്റബിലിറ്റി എല്ലാം നോക്കി തന്നെയാണ് അവർ അതിന്റെ സബ്മിറ്റ് ചെയ്യുക. അപ്പൊ സബ്മിറ്റ് ചെയ്യുമ്പോൾ അത് നമുക്ക് അടുത്ത മാസം അതിന് ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. ആ ഡേറ്റിൽ അവർ സബ്മിറ്റ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് അതിനെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുള്ളൂ, അറിയാൻ പറ്റുള്ളൂ. നമുക്ക് ഇതേപോലെ തന്നെ നമ്മൾ കണ്ടെയ്നർ സർവീസ് നടത്തിയ ആളുകളാണ്. വെറും കാർഗോ കൊണ്ടുപോകാൻ വേണ്ടി കൊച്ചി തുറമുഖത്തു നിന്നും ബേപ്പൂരിലേക്കും അഴീക്കലിലേക്കും ഇടയ്ക്ക് കൊല്ലത്തേക്കും സർവീസ് നടത്തി അത് ഫെയിലിയർ ആയ ഒരു ചരിത്രമാണ്. നമുക്ക് ഇപ്പൊ റീസെന്റ് ആയിട്ട് കാര്യമാണത്. 1 വർഷം മുമ്പേ നടന്ന കാര്യമാണ്. ഗവൺമെന്റിന് ഇത്രത്തോളം ഇൻസെന്റീവൈസ് ചെയ്ത് കപ്പൽ കമ്പനികൾക്ക് വേണ്ടി ചെയ്തു കൊടുത്തു, കപ്പൽ കമ്പനികൾ ഈ ട്രേഡിന് വേണ്ടി ചെയ്തു കൊടുത്തു. പക്ഷെ എല്ലാവർക്കും അതൊരു നഷ്ടമായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പോൾ ഗവൺമെന്റിന് ഈ രീതിയിൽ പഠിച്ച് മനസ്സിലാക്കാതെ ചെയ്യാൻ സാധ്യമല്ല. ഇത് പാസഞ്ചർക്ക് ഇത് 5 ദിവസം 6 ദിവസം കൊണ്ടൊന്നും ആളുകൾ, കാരണം ഇപ്പൊ കപ്പൽ ഇന്ന് രാവിലെയാണ് കൊച്ചിയിൽ അടുക്കുന്നുണ്ടെങ്കിൽ അവർ അങ്ങോട്ട് വരണം, അല്ലെങ്കിൽ ബേപ്പൂരിലേക്കാണെങ്കിൽ അവിടെ വരണം, അവിടെ വന്നൊരു ബോർഡിങ്ങിന് ടൈം എടുക്കണം, അതുപോലെ ക്ലിയറൻസിന് ടൈം എടുക്കണം, ഇറങ്ങിപ്പോകാൻ അവിടെ പോകുമ്പോൾ പോർട്ടിന്റെ ചാർജസുകൾ, ഈ 2 സൈഡ് പോർട്ടിന്റെ ബർത്ത് കെയർ പോർട്ട് കപ്പലുകാർ കൊടുക്കണം. നിറയെ കോസ്റ്റിങ്സ് ഇൻവോൾവ് ആണ് ഇതില്. അപ്പൊ അത് പെട്ടെന്നൊരു സാഹചര്യത്തിൽ നടക്കാൻ പറ്റും. ഈ കോസ്റ്റ് വൈസ് നോക്കുമ്പോൾ അത് നമുക്കത്ര ഗുണകരമായിട്ടൊന്നും നമുക്കത് തോന്നുന്നില്ല. ഓക്കെ, ശരി. കെ എം ബഷീർ, ഏത് തരത്തിലാണ് ഇനി കമ്പനികൾ ഇതിന് തയ്യാറാവുക എന്നുള്ളത്, ഇതിന്റെ കൃത്യമായിട്ടുള്ള നിബന്ധനകളൊക്കെ അറിയുമ്പോൾ അത് കോസ്റ്റ് അവർക്ക് അഫോർഡ് ചെയ്യാൻ കഴിയുന്ന രീതിയിലാണോ എന്നൊക്കെയുള്ള അടുത്ത ഘട്ടങ്ങളിലൊക്കെ വ്യക്തമായി വരും. അപ്പോഴും ഈ ഇന്നത്തെ ചർച്ചയിൽ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ 10,000 രൂപയ്ക്ക് സഞ്ചരിക്കാം എന്നുള്ള ആ നിബന്ധനയിൽ അനുകൂലമായിട്ടുള്ള നിലപാടല്ല ഭൂരിഭാഗം പേരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്, ഭൂരിഭാഗം കമ്പനികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നൊരു സൂചനകളുണ്ട്. അത് തന്നെയാണോ സ്ഥിരീകരിക്കേണ്ടത്? അത് വളരെ വ്യക്തമാണ്. ഞാൻ മാരിടൈം ബോർഡിന്റെ ഉയർന്ന വക്താക്കളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരുന്നു. കാരണം മീറ്റിംഗിൽ നിന്ന് എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്ന് പങ്കെടുത്ത 24ലധികം കമ്പനികൾ വളരെ ഹൈ ചാർജ് ക്രൂയിസ് ലക്ഷറി പദ്ധതികളുമായിട്ടാണ് ഇന്ന് കൊച്ചിയിൽ മീറ്റിംഗിൽ പങ്കെടുത്തത്. മാരിടൈം ബോർഡ് മുൻകൂട്ടി തീരുമാനിച്ച് അവരെല്ലാം അറിയിച്ചിരുന്നു. ലോ കോസ്റ്റ്, അതായത് 10,000 രൂപയുടെ പദ്ധതിയാണെന്ന് പറഞ്ഞ് മുൻകൂട്ടി അറിയിച്ചിട്ട് പോലും അത്തരം കാറ്റഗറിയിൽപ്പെട്ട ഒരു കപ്പൽ മുതലാളിയും ഇന്നത്തെ മീറ്റിംഗിൽ പങ്കെടുത്തിട്ടില്ല എന്നത് തന്നെ ഒരു വലിയ ദുരന്തമാണ്. ബഹുമാനപ്പെട്ട പ്രകാശ് അയ്യർ കഴിഞ്ഞ വർഷം വന്ന ഒരു കപ്പലിനെ കുറിച്ച് പറഞ്ഞു. ഹോപ്പ് 7 എന്നുള്ള ഒരു കപ്പല് വളരെ ചെറിയ ഡിസ്റ്റൻസിൽ കൊച്ചിയിൽ നിന്ന് ബേപ്പൂരിലേക്ക്, അതുപോലെ ഗുജറാത്തിൽ നിന്ന് കൊച്ചിയിൽ വന്ന് നിന്ന് ബേപ്പൂരിലേക്ക് 50 കണ്ടെയ്നർ മാത്രം, 120 കണ്ടെയ്നറിന്റെ കപ്പാസിറ്റി ഉള്ള ഷിപ്പാണെങ്കിൽ പോലും 50 കണ്ടെയ്നറായിട്ട് തന്നെ ബേപ്പൂരിൽ എത്തുമ്പോൾ ആഴക്കടലിൽ വേലിയേറ്റവും വേലിയിറക്കവുമായിട്ട് ഒരുപാട് സമയം ഡീസലും കത്തിച്ച് അവർ വെയിറ്റ് ചെയ്യേണ്ട ഗതികേടുണ്ടായിട്ടുണ്ട്. ഞങ്ങളതിൽ വളരെ നല്ല രീതിയിൽ ആഘോഷിച്ചായിരുന്നു ആ കപ്പലിനെ വരവേറ്റത്. അതിനെ കുറിച്ച് ഞാനും പ്രകാശ് ഒരുപാട് ഇൻവോൾവ് ആയിരുന്നു ആ ഷിപ്പിനെ കൊണ്ടുവരാൻ. പക്ഷെ എന്തുണ്ടായി, ഇന്നും ഇവിടുത്തെ ഡ്രാഫ്റ്റ് അത് ആ കപ്പൽ സർവീസ് പരാജയപ്പെട്ടു, കോടിക്കണക്കിന് രൂപ അവർക്ക് നഷ്ടമായി എന്നാണ് അതിന്റെ മാനേജിംഗ് പാർട്ണർക്ക് നമ്മോട് വിശദീകരിച്ചത്, പല കണക്കുകളും കാണിച്ചുകൊണ്ട്. ഇപ്പോഴും ദുബായിൽ നിന്ന് ബേപ്പൂരിലേക്ക് 10,000 രൂപയ്ക്ക് കപ്പൽ എന്ന് പറയുമ്പോൾ വളരെ അത്ഭുതത്തോടെ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. ഇന്നത്തെ ചിലവുകൾ, കപ്പലിന്റെ വാടക, തൊഴിലാളികളുടെ ശമ്പളം, മറ്റെല്ലാം നോക്കിയാൽ 10,000 രൂപക്കും ഏതാണ്ട് 30,000 രൂപക്കും പറ്റുകയില്ല എന്നാണ് ഞങ്ങളുടെ പഠനത്തിൽ നിന്ന് വ്യക്തമായത്. അത് കഴിഞ്ഞ ചർച്ചകളിൽ സൂചിച്ചതുപോലെ ഇപ്പോഴും ഇവിടെ സൂചിപ്പിക്കുകയാണ്. പിന്നെ ബേപ്പൂർ എന്ന് പറയുമ്പോൾ എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത്, ആ ബേപ്പൂർ പറയുന്നതിന് മുമ്പ്, ബേപ്പൂരിലേക്ക് കപ്പൽ വരും എന്ന് പറയുന്നതിന് മുമ്പ് അവിടുത്തെ സാങ്കേതികത്വം ആദ്യമായി ശരിയാക്കണം. 3.5 മീറ്റർ ഡ്രാഫ്റ്റാണ് കറക്റ്റ് ബേപ്പൂരിലുള്ളത്. അതായത് 340ഓളം നീളത്തിലുള്ള വർഫിന്റെ അടിയിൽ വെള്ളത്തിൽ ചെങ്കല്ലുകൾ വെട്ടിമുറിക്കാൻ 50 കോടി വേണം. 15 കോടിയും തന്ന് അങ്ങോട്ട് മുങ്ങിപ്പോകലല്ല ഉദ്യോഗസ്ഥർ ചെയ്യാറുണ്ടത്. ആ 50 കോടി പാസ്സാക്കി ആദ്യം കല്ല് വെട്ടി ബ്രിഡ്ജിംഗ് നടത്തി ബേപ്പൂർ തുറമുഖം 100% കപ്പലുകൾക്ക് സജ്ജമാക്കാനാണ് അധികാരികൾ മുന്നോട്ട് വരേണ്ടത്. അത് ചെയ്യാതെ ബേപ്പൂരിലേക്ക് കപ്പൽ, ദുബായിൽ നിന്ന് ബേപ്പൂരിലേക്ക് കപ്പൽ എന്നും പറഞ്ഞ് പ്രവാസികളെ
മോഹിപ്പിച്ചുകൊണ്ട് ദുഃഖിപ്പിക്കുന്ന പരിപാടി ഭൂഷണമല്ല. ഞാൻ തീർച്ചയായിട്ടും ഗൾഫ് യാത്രാ കപ്പൽ തീർച്ചയാണ് അതിൽ വ്യക്തമാണ്. ഗൾഫ് യാത്രാ കപ്പൽ യാഥാർത്ഥ്യമാക്കണമെങ്കിൽ പരിഹരിക്കാൻ പഠിക്കാനൊക്കെ ഒരുപാട് കാര്യങ്ങൾ ബാക്കിയുണ്ടെന്നുള്ളൊരു വിലയിരുത്തൽ കൂടി ഈ ചർച്ചയിൽ ഉണ്ടാവുന്നുണ്ട്. അത്തരം കാര്യങ്ങളിലേക്ക് തുറന്ന മനസ്സോടുകൂടി അധികൃതർ കൂടി മുന്നോട്ട് നീങ്ങണം. കാരണം വിമാനക്കൊള്ളയുടെ പുറത്ത് വേവലാതിപ്പെടുന്ന പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഇനി ആകെയുള്ള ഒരു പോംവഴി എന്ന് പറയുന്നത് ആ ഒരു യാത്രാ കപ്പൽ മാത്രമാണ്. അതിന്റെ ആ ഘട്ടങ്ങൾ ആദ്യഘട്ട ചർച്ച പൂർത്തിയാകുമ്പോൾ അതിന്റെ പ്രായോഗിക വശം കൂടി ചർച്ച ചെയ്യുകയായിരുന്നു ഗൾഫ് 18. വളരെയധികം നന്ദി ശ്രീ പ്രകാശ് അയ്യർ, ഒപ്പം KM ബഷീർ ഈ ചർച്ചയ്ക്കൊപ്പം ചേർന്നതിന്. പൂർണ്ണമാകുന്നു ഗൾഫ് 18. നമസ്കാരം.